സർ, മേ ഐ ഹെൽപ്പ് യു? മദ്രാസിലെ 7 രാഷ്ട്രീയ നേതാക്കളെ ബോംബ് വെച്ചു കൊന്ന തീവ്രവാദികളിൽ 4 പേർ ദേവാരണ്യത്തേക്ക് പോകുന്ന വഴി ഇവിടെ തങ്ങിയത ഇൻഫർമേഷൻ ഉണ്ട്. റൂം നമ്പർ 106 ഏതാണ്? യു പ്ലീസ് ഗോ സ്ട്രൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഡൗൺ. ഓക്കെ, കമാ. இன்னொருத்தனங்கடா தெரியாது தெரியாது சார். மெசேஜ். எஸ். ஓ, ஐ சி. ஐ எம் கமிங். തടാകത്തിൽ ചാടിയതായിരുന്നല്ലേ? യെസ് സർ. സൂയിസൈഡ് അറ്റംപ്റ്റ്. ഞങ്ങൾ 5-6 പേര് ശരിക്കും അറ്റാക്ക് ചെയ്തിട്ട് അയാൾ കീഴടങ്ങിയത്. സൈനൈഡ് ഉണ്ടായിരുന്നു? കണ്ടില്ല. ഒരു ബാഗ് ഉണ്ട്. ബാഗിൽ ബോംബോ മറ്റോ ഉണ്ടെങ്കിൽ തന്നെ അത് നിർവീര്യമാക്കാൻ വേണ്ടത് ചെയ്തിട്ടുണ്ട്. കൊണ്ടുവരൂ. ബി കെയർഫുൾ സർ. வாடகைங்க. உனக்கு அந்த கொலையாளி குரூப்போட சம்பந்தம் இருக்குல்ல? എനിക്ക് ഒരു കൊലയാളി ഗ്രൂപ്പുമായിട്ട് സംബന്ധമില്ല. ഓഹോ, നീ മലയാളിയാണല്ലേ? അതെ, പക്ഷെ കൊലയാളിയല്ല സാർ. കണ്ടോ, ഒരു കാര്യം പറഞ്ഞാൽ അത് മുഴുവനാക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഉദാഹരണം ഇല്ല. ഉദാഹരണമില്ല. എന്താടാ ബാഗിൽ? നിന്നോടാ ചോദിച്ചത്? ബോംബ് ബോംബ് എന്ന് ഞാൻ പറഞ്ഞു കേൾക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ എല്ലാരും കൂടെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? അയ്യോ എന്റെ അമ്മയോ, ബോംബ് നിർവീര്യമാക്കിയതായിരിക്കും അല്ലേ? അയ്യോ, എല്ലാവരും കൂടെ നിർവീര്യമാക്കിയത് എന്റെ ജീവിതമാണ്. BA സർട്ടിഫിക്കറ്റാ. കാലം കുറെ ആയതും കൊണ്ട് അലയാൻ തുടങ്ങിയിട്ട്. പൊതുവെ ഇന്ത്യൻസിന്റെ ഒരു അവസ്ഥ ഇതാണല്ലോ. താൻ എന്തിനാണ് ഈ ആത്മഹത്യശ്രമം നടത്തിയത്? സത്യം പറയുന്നതാ നിനക്ക് നല്ലത്. ഈ സച്ചിദാനന്ദൻ സത്യം മാത്രമേ പറയാറുള്ളൂ സാർ. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചാടിയതല്ല. വേണ്ട, ഉദാഹരണത്തിന് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ചാടിയെന്ന് വിചാരിക്കാം. ഇടയ്ക്കൊന്ന് കയറി വന്ന് വിശ്രമിച്ചിട്ട് പിന്നെയും ചാടി, പിന്നെയും കയറി വന്ന് വിശ്രമിച്ചിട്ട് അങ്ങനെ മനുഷ്യൻ ആത്മഹത്യ ചെയ്യൂ? പിന്നെ നീ എന്തിനാണ് ലേക്ക് ചാടിയത്? പറയാം. ലേക്കിന്റെ അവിടെ കൂടെ ഞാൻ വന്നപ്പം ഭയങ്കര ആൾക്കൂട്ടം. ഒരുത്തന്റെ വാച്ച് വെള്ളത്തിൽ പോയി എന്ന് കേട്ടു. ഒന്നിറങ്ങി തപ്പിക്കൂടെ എന്ന് എന്റെ ആത്മാർത്ഥം കൊണ്ട് ചോദിച്ചു. അപ്പോഴത്തെ ഇടപെട്ടു. എന്തിടപെട്ടു? അവൻ പറയാ വാച്ച് കിട്ടത്തില്ല, ഭയങ്കര തണുപ്പാണ്, ലോകത്ത് ആർക്കും ഇറങ്ങാനൊക്കൂല എന്നൊക്കെ. പൊതുവേ നമ്മൾ ഈ ഇന്ത്യൻസ് വാശിക്കാരാണല്ലോ. വെച്ചുണ്ടോന്ന് ചോദിക്കുന്നു, അവൻ പറഞ്ഞ 500 രൂപ. ഡ്രസ് അഴിച്ചു വയ്ക്കുന്നു, ചാടുന്നു. കിട്ടിയ 500 രൂപയല്ലേ സാർ? പൊതുവേ നമ്മൾ ഇന്ത്യൻസ് കാശിന്റെ അത്യാവശ്യക്കാരാ. ഇറങ്ങിപ്പോടാ. ഇൻസ്പെക്ടർ സാറേ, ഇത് കൈയുടെ കരുത്തല്ല. എന്താണ് പറഞ്ഞത്? ഓടിച്ചു നിന്നെ പോടാ. മേലാൽ ഈ പരിസരത്ത് കണ്ടുപോയി. പിന്നെ ഈ പോലീസ് സ്റ്റേഷനകത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരുമെന്ന് ചോദിച്ചോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതല്ലേ. വായടക്കണ നിന്റെ നാവിയം പിടിച്ചു അടിച്ച ഷേപ്പാറ്റും മീറ്റിനെ പറിക്കും എന്നൊക്കെ പല സ്ഥലത്തും വെച്ച് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതാദ്യമായിട്ടാ ഈ നാക്ക്. ഈ ഊഷ്മളമായ സ്വീകരണത്തിന് സച്ചിദാനന്ദൻ നന്ദി പറയുന്നു. വീണ്ടും സന്ധിക്കും വരെ വിടപെട്ടിക്കൊള്ളുകേൻ. വണക്കം. എന്റെ ബാഗ് മോളെ 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 ആരെങ്കിലും ഇറങ്ങി നോക്കണ്ടേ?
എനിക്കെന്റെ കുഞ്ഞിനെ കാണണം. ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവണ്ട, നത്തിങ് സീരിയസ്. അല്പം വെള്ളം കുടിച്ചു, തറച്ച മാറിയാൽ വീട്ടിൽ പോകാം. പോണം. അവളുടെ പിറന്നാളായിരുന്നു. അവരൊറ്റ കാരണം കൊണ്ടാ അവൾ നിർബന്ധിച്ചപ്പോ ഒന്ന് പുറത്തു വിട്ടത്. ഉത്തരവാദിത്തപ്പെട്ടവർ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്റെ കുഞ്ഞിനുള്ളിൽ സംഭവിച്ചാലുണ്ടല്ലോ. ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. ആ, ഗസ്റ്റ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ, അല്പം വിശ്രമിക്കട്ടെ. കുഞ്ഞിനെങ്ങനെയുണ്ട്? താനാരാ? കുഞ്ഞിനെ വെള്ളത്തീർപ്പ് ഇയാളാ. വല്ലതും കിട്ടാൻ നിൽക്കാവും. എന്തെങ്കിലും കൊടുത്ത് വിടവുമായി. എന്താ കൊടുക്കേണ്ടത്? അമ്പഴേക്കർ ചായത്തോടും ഇഞ്ചി. Excuse me, brother. Your good name, please. സോറി, പേര് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഈ ടാക്സ് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ക്യാഷ് ഡീലിംഗ്സിൽ ഞങ്ങൾ വൗച്ചർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. മുങ്ങൽ വിദഗ്ധനാണല്ലേ? അതെ, ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ പോലുള്ളവരുടെ പിടിയിൽപ്പെടാതിരിക്കാൻ പലപ്പോഴും അതിവിദഗ്ധമായി മുങ്ങിയിട്ടുണ്ട്. മുങ്ങി നാരായണ, അയാൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. താൻ 100 രൂപ കൊടുത്തിട്ട് ഈ വൗച്ചർ ഒപ്പിട്ട് പഠിക്കും. സൈക്കിൾ എടുത്തിട്ട് പോടോ. ഇപ്പോഴത്തെ പെട്രോൾ വിലയ്ക്ക് ക്യാർ ഈ ഇടയും കൂടി 1.67. ഹലോ, പരസഹായം പാട്ട് പാർട്ടി. മുന്നിന് മാഷേ, നിന്നേ, അവിടെ നിന്നേ. 100 രൂപ എന്നിട്ട് വാങ്ങാണ്ട് പോവാ. ഇയാൾക്കിപ്പോ എന്താ വേണ്ടത്? ഇതൊന്ന് വാങ്ങി ഈ വാച്ചറൊന്ന് ഒപ്പിട്ടെന്നാ മതി. ഇതേ ആ കിളവന് തന്നെ കൊണ്ടുപോയിക്കൂടെ. എന്റെ വകയായിട്ട് വെച്ചോളാൻ പറ, നന്നാവട്ടെ. മേലൂർ പ്രഭാകരൻ മുതലാളി നല്ല സ്ഥിതിയില്ല. നിങ്ങളുടെ 100 രൂപ കിട്ടിയിട്ട് വേണ്ട. എന്നാ അയാളുടെ നക്കാപ്പിച്ച കിട്ടിയിട്ട് വേണ്ട സച്ചിദാനന്ദനും. അപ്പൊ മാഷേ അവിടെ നിന്നേ. എന്തുവാടോ? എങ്കിൽ പിന്നെ മാഷൊരു കാര്യം ചെയ്യും, ഈ വൗച്ചറൊന്ന് ഒപ്പിട്ട് തന്നാ മതി. കാശ് ഞാൻ എടുത്തോളാം. ഒപ്പിട്ടേരാ. എന്നോ വൗച്ചർ ഒപ്പിടണ്ട. എന്തിനിപ്പോ 2ാമത്തെ നിലക്ക്? ഇത് നിന്നെ പോലുള്ളവന് ചോറ് തരുന്ന നിന്റെ മുതലാളിക്ക്.